സൂപ്പർ ഹീറോ അല്ല, സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വിവാദങ്ങളെ കുറിച്ച് എന്താ പറയാ? എന്നോട് ഒരു കാര്യം ചോദിച്ചാൽ അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് എന്റെ രോമത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ള മൈൻഡിലുള്ള ഞാൻ. പലരും പേഴ്സണലി എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി ഭയങ്കര ജാടയില്ല, ഭയങ്കര അഡ്വൈറ്റ് ഇല്ല, ആ ഒരു അഭിനയം ആ ഫേസിൽ തന്നെ അഭിനയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, എന്നെ മാത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു ഡോക്ടർ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുടെ ചില തീരുമാനങ്ങളുണ്ട്. ചിലപ്പോൾ ഞാനിട്ട് റിയാക്ഷൻ ശരിയല്ലാത്ത അവള് പറയുമ്പോൾ ചിലപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ പറയാം അത് എൻ്റെ ക്യാരക്ടറാണ്, അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ ചെറിയ തർക്കങ്ങളുണ്ടാവും. പിന്നെ ഒരാളുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ശമ്പളമൊന്നും അല്ലല്ലോ നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്നതിൻ്റെ മാനദണ്ഡം. ഞാൻ ഒരുമിച്ച് വെറുതെ നിന്നൊരു അഭിനയിച്ചതുകൊണ്ട് എവിടെയും ചെല്ലില്ല. ഞാൻ അങ്ങനെ അധികം ആരോടും ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കര നാണക്കാരനാണ്. എൻ്റെ ശരികൾ എനിക്കൊന്നും ശരിയായിരിക്കും, മറ്റുള്ളവരുടെ ശരികൾ എന്നും അവർക്ക് ശരികളായിരിക്കും. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ കുറച്ച് സന്തോഷമുള്ള ദിവസമാണ്. പേഴ്സണലി എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്. കാര്യം ഈ ഒരു താരം എനിക്ക് പേഴ്സണലി കുറേ ഇഷ്ടമുള്ള ഒരാളാണ്. പേഴ്സണലി ഒരു എന്താ പറഞ്ഞൊരു ഫ്രണ്ടാണ്, നല്ലൊരു ഫ്രണ്ടാണ്. അതിലുപരി കുറേ കാര്യങ്ങൾ, ഉപദേശങ്ങൾ എനിക്ക് ഒരു ഇൻ്റർവ്യൂയിലൂടെ തന്നിട്ടുള്ളൊരു വ്യക്തി കൂടെയാണ്. മറ്റാരുമല്ല, ചെമ്പരത്തിയിലൂടെ വന്ന് ഇപ്പോൾ മണിമുത്തിൽ നിൽക്കുന്ന നമ്മുടെ സ്വന്തം നായകനായിട്ടുള്ള സ്റ്റെബിൻ. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖം, അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മൾ അന്ന് ആ ഇൻ്റർവ്യൂ എടുത്ത്, ഞാൻ ഇൻട്രോ കൊടുത്തല്ലേ തെറ്റുണ്ടോ? കാരണം അന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷമായി. കൊറോണ സമയത്തായിട്ട് ഫ്ലാറ്റിൽ വന്നിട്ട് അന്ന് ആരും ഫ്ലാറ്റിൽ കയറ്റത്തില്ല, സ്റ്റെബിൻ ബ്രോ മാത്രം നമ്മളെ കയറ്റിയത്. അപ്പോൾ പറയൂ, വിശേഷങ്ങൾ പറയാം. നമ്മളിപ്പോൾ മണിമുത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു. മണിമുത്ത് ഭംഗിയായിട്ട് പോകുന്നു. മണിമുത്ത് 300 എപ്പിസോഡായി. പിന്നെ ഇപ്പോൾ ഞാൻ സുഗമോദേവി ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് നടക്കുന്നു. 2 വർക്കുകളായിട്ട് വലിയ കുഴപ്പമില്ല. സുഗമാദേവി എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിലല്ലേ? ഫ്ലവേഴ്സ്. അപ്പം തീർച്ചയായിട്ടും ഈ നിങ്ങളെ പോലുള്ള നായകന്മാർ, ഞാൻ അന്ന് ഇതൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പുതിയ പ്രേക്ഷകരാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ നേരത്തെ ഉള്ളതൊക്കെ ആ ചാനലിലുള്ള പ്രേക്ഷകരായിരുന്നു. അപ്പോൾ ഞാൻ അന്നൊരു കാര്യം ഞാൻ സ്റ്റെബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജിൻ്റെ ചെറിയ സമയങ്ങളിലെ ചെറിയ മാനറിസമൊക്കെ വരാറുണ്ടെന്നുള്ളത്. അത് ഞാൻ അതിന് ശേഷം എന്തെങ്കിലും കമൻറ്റ് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പരമാവധി കേൾപ്പിക്കാതിരിക്കാനും കേൾക്കാതിരിക്കാനും ശ്രമിക്കാറുണ്ട്. പൃഥ്വിരാജ് അവിടെ ഉണ്ടല്ലോ, നമ്മളെന്തിനാ? അല്ല, ഞാൻ മാനറിസം പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ശരിയാണ് അങ്ങനെ അധികം പറയായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വേറൊരാളെ പോലെ ഉണ്ട് എന്ന് പറയിപ്പിക്കാതിരിക്കാൻ. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഫേസ് കട്ട് അതൊക്കെ, പക്ഷേ ആക്ടിങ് സ്റ്റെബിൻ തന്നെയാണ്. അത് തീർച്ചയായിട്ടും അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ സീരിയൽ വരുമ്പോഴത്തേന് സീരിയലിലെ നായകന്മാരെ കിട്ടാൻ വലിയ പാടാണ്. കാര്യം അവർക്ക് ചില 2 സീരിയലൊക്കെ എടുത്തു വയ്ക്കുന്ന നായകന്മാരുണ്ട്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ. പക്ഷേ ഞാൻ ഇന്ന് വിളിച്ചപ്പം വളരെ ലാഘവത്തോടെ പറഞ്ഞു, രാവിലെ 9:30 വിളിക്കൂ, വന്നോളൂ. പക്ഷേ രാത്രി വിളിച്ചപ്പോഴേ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് താങ്കൾക്ക് ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള എല്ലാം നല്ല സിനിമ താരങ്ങളുടെ ഇൻ്റർവ്യൂസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല സീരിയൽ താരങ്ങളുടെ ഇൻ്റർവ്യൂടെ വന്നിരിക്കണം. അപ്പോൾ എനിക്കത് 2ാമത്തെ ഹീറോ ആണെന്ന് തോന്നി ഞാൻ എടുക്കുന്നത്. ഒരു ഹീറോയുടെ ഓൾറെഡി എടുത്തു, 2ാമത്തെ സൂപ്പർ ഹീറോ ആണ് എടുത്തിരിക്കുന്നത്. പറയൂ. സൂപ്പർ ഹീറോ അല്ല, സീരിയൽ അഭിനയിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ. ശരി, സീരിയൽ അഭിനയിക്കുന്ന ഹീറോ. പറയൂ, ഈ ഒരു ഹീറോ പദവി ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം പറ്റുന്നത്, മീൻസ് നമുക്ക് കുറച്ചുകൂടെ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ജോലിയാണോ? അല്ല, ജോലി എല്ലാ ജോലിക്കും കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ നായക കഥാപാത്രം മാത്രം കിട്ടിയാൽ ചെയ്യും എന്നുള്ള ഒരാളൊന്നുമില്ല. എനിക്ക് എല്ലാ വേഷങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ സുഗമോദേവിൽ ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഹീറോ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഇതിന് മുൻപ് ഞാൻ ചെയ്തൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ചെയ്തത്. അതിന് മുമ്പ് ഞാൻ നായകനായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാനും ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇഷ്ടമുള്ള ഒരാളാണ്. അതിന് പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സൊക്കെ എടുക്കുന്നത്. അതിനകത്ത് ഒരു കഥാപാത്രത്തിൻ്റെ വലിപ്പമോ ചെറുപ്പമോ ഞാൻ അങ്ങനെ നോക്കാറില്ല. അപ്പം വൈഫായിട്ടുള്ള ഇൻ്റർവ്യൂ ഇടയ്ക്ക് എവിടെ ഞാൻ കൊടുത്തു എന്നുള്ളൊരു ചെറിയൊരു ഓർമ്മയാണ് എനിക്ക്. സോഷ്യൽ മീഡിയ എവിടെ ഞാൻ കണ്ടു. വൈഫായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തത് സീ കേരളത്തിൽ ഞാനും എൻ്റെ ആളെന്ന് ഞങ്ങൾ ഷോ ചെയ്തിരുന്നു. അതെ, ആ ഷോ ചെയ്തിരുന്ന സമയത്ത് കൊടുത്തിരുന്നതാണ്. അത് അവർ തന്നെ അറേഞ്ച് ചെയ്തു. ആ സമയത്ത് അത് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ. അപ്പം അത് ആ ഷോയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. വൈഫ് ഡോക്ടറാണ്. ഏത് ഹോസ്പിറ്റലാണ്? അവളിപ്പോൾ മുത്തൂറ്റിൽ, കോഴഞ്ചേരിയിൽ. അപ്പം വൈഫിൻ്റെ ഒരു അപ്രോച്ചിൽ ഒരു ഡോക്ടർ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുടെ ചില തീരുമാനങ്ങളുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ആരോട് ചോദിച്ചാലും പറയും നമ്മൾ സെയിം പ്രൊഫഷനുള്ള ഒരാളെയും കല്യാണം കഴിക്കരുതെന്നാണ് എല്ലാവരും പറയും. അല്ലേ? സ്വാഭാവികമല്ലേ? ഒരു IT പ്രൊഫഷനുള്ള ഒരാൾ ഒരു ഡോക്ടർ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അതെ. അല്ലെ IT പ്രൊഫഷനുള്ള ഒരാൾ ഒരു IT പ്രൊഫഷനുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ? അതെ, അതെ. അപ്പോൾ സെയിം പ്രൊഫഷണൽ ആൾക്കാർ നമ്മൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ പൊതുവേ ഉള്ള അഭിപ്രായം. ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ്. ആ ടൈമിങ്ങിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാസത്തിൽ 10-20 ദിവസമൊക്കെ എനിക്ക് ഫ്രീ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ അതിലും കുറവാണ്. ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ ഫ്രീ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ അതിൽ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയം കൂടുതൽ കിട്ടാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചില ഈഗോസ് ഉണ്ടാവും. കാര്യം ഇപ്പം ഡോക്ടറാണ്, കുടുംബത്തെ തന്നെ പറയാം ചിലപ്പം അവൻ ഇതൊരു സ്ഥിര ജോലിയല്ല,
എന്നിട്ടും ഡോക്ടറായിട്ടുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ വിവാഹം കഴിക്കാനുള്ള തീരുമാനം അങ്ങനെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും പറഞ്ഞതായിട്ട്? എന്നോട് ഒരു കാര്യം ചോദിച്ചല്ലോ, അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഞാനും വൈഫും തമ്മിൽ അങ്ങനെ ഒരു സംസാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ നിമിഷം വരെ ഞങ്ങൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരാളുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ശമ്പളമൊന്നും അല്ലല്ലോ നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്നതിൻ്റെ മാനദണ്ഡം. പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ഒരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം. അല്ലെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാതെ അവൾ ഡോക്ടറാണ്, ഞാനൊരു ആക്ടറാണ്, അവളുടെ അത്ര സാലറി എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ അത്ര സാലറി അവൾക്കില്ല എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഈഗോ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്നത് അവൾക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വേണ്ടി ഒരു ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വഞ്ചിയല്ലേ. നമ്മൾ ഒരു വഞ്ചിയിൽ കയറി വന്നിട്ട് രണ്ട് വശത്തേക്ക് തുഴഞ്ഞിട്ട് എങ്ങും എത്തൂല. 2 വശത്തേ പോകത്തുള്ളത്. ആ 2 വശത്തേക്ക് പോകില്ല, അത് അവിടെ നിൽക്കത്തേ ഉള്ളൂ, എങ്ങും പോകില്ല, എങ്ങും എടുക്കേണ്ട അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ ഒരേ സൈഡിലേക്ക് നമ്മൾ ഒരുമിച്ച് തുഴയുമ്പോഴല്ലേ ഒരു വഞ്ചി മുന്നോട്ട് പോകുക. അങ്ങനെയാണ് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഈഗോ വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് എൻ്റെ പെർസ്പെക്റ്റീവ് ആണ്. അല്ല, ചില ആൾക്കാർ അങ്ങനെ ചില സമയങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പറയാറുണ്ട്, അത് ശാശ്വതമല്ല ഈ ജോലി എന്നൊക്കെയുള്ള. പക്ഷേ ശാശ്വതമാണ് എന്നുള്ളത്. ഇപ്പം 300 ആയല്ലേ, 300ാമത്തെ എപ്പിസോഡായില്ലേ മണിമുത്തല്ലേ. അപ്പോൾ ഈ മണിമുത്ത് സീരിയൽ നോക്കുമ്പോൾ 2 കുട്ടികളാണ് മണിയും മുത്തും അല്ലേ. കുട്ടികൾ ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട്, അവരുടെ ബഹളം നമ്മളിപ്പോൾ കേട്ടത്. പക്ഷേ എങ്കിൽ പോലും ഇവരെ കൊണ്ട് നമ്മുടെ കൂടെ അഭിനയിപ്പിക്കുമ്പോൾ നമ്മൾ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ചെയ്യുമ്പോൾ കുറേ സമയങ്ങളെടുക്കും. എങ്ങനെയുണ്ട് മണിമുത്ത്? എങ്ങനെയുണ്ട് ഈ മണിമുത്തും? ഈ പറഞ്ഞ പോലെ അനീഷ് പറഞ്ഞ പോലെ സമയം എടുക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സീൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഷോട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. റിയാക്ഷൻസ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന റിയാക്ഷൻ അത് കൃത്യമായിട്ട് അവർ നമുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഈ 2 കുട്ടികൾ നമുക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. സീരിയലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാക്കി കാര്യങ്ങളിൽ കാരണം രാവിലെ അവർ വരുന്നു, വൈകുന്നേരം വരെ ഉണ്ട്. മിക്കവാറും എല്ലാ സീനിലും ഉണ്ടാവും. അവരൊരു മടുപ്പും കൂടാതെ ഒരു ക്ഷീണവും ഉണ്ടാവാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൈലറ്റ് എപ്പിസോഡൊക്കെ ചെയ്ത ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ രാവിലെ 8 മണിക്കൊക്കെ ഷൂട്ട് തുടങ്ങി പിറ്റേന്ന് രാവിലേക്ക് ആയിരിക്കും ഷൂട്ട് തീരുക. അപ്പോൾ അത്രയും ദിവസം അത്രയും നേരം ഇവർ നമ്മളുടെ കൂടെ ഫുൾ ഓണായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ഇവരൊന്നും ഉറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാമായിരുന്നല്ലോ നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ നേരത്തെ പാക്കപ്പൊക്കെ ചെയ്യും. പക്ഷെ അവർ ഉറങ്ങൂല. അവർ നേരം വെളുക്കണം, അവരെ ഷൂട്ട് പാക്കപ്പ് ആവണവർ അവരുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷം. കൂടുതൽ എഫേർട്ട് നമ്മൾ എടുക്കണ്ട, അവർ മാക്സിമം നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ പ്രചോദനം. കുട്ടികളെങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുട്ടികളിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുമ്പോഴല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ഷീണം കാണിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഈ നമ്മളെല്ലാവരും സീരിയൽ കാണുന്നവരാണ്, എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ വെളുപ്പിന് ചിലപ്പോൾ 3 മണി വരെയൊക്കെ നിങ്ങൾ ചിലപ്പം ഷൂട്ട് കഴിഞ്ഞ് പോകും. ഇതിൻ്റെ ടെക്നീഷ്യന്മാരെ കുറിച്ച് പറയാനാണെങ്കിൽ ബ്രോയുടെ പ്രോസ്പെക്റ്റിൽ, കാര്യം എല്ലാ സീരിയലിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മളിതൊന്നും അറിയുന്നില്ല, സീരിയൽ കാണുന്നതിലും അറിയുന്നില്ല. ശരിക്കും ഇപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഇപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റാണ്, എന്നെ മാത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും എഫേർട്ടാണ് എന്നിലൂടെ ഒരു ഔട്ട് കിട്ടുന്നത്. ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ഒരു ഔട്ട് വരുന്നത്. അതല്ലാതെ ഞാൻ ഒരുമിച്ച് വെറുതെ നിന്നൊരു അഭിനയിച്ചത് കൊണ്ട് എവിടെയും ചെല്ലില്ല. നല്ലൊരു ക്യാമറമാൻ, നല്ലൊരു ഡയറക്ടർ, നല്ല ടെക്നീഷ്യന്മാർ, നല്ല ലൈറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർ, നല്ല മേക്കപ്പ് മാൻമാർ, നല്ല കോസ്റ്റ്യൂമർ, ഇങ്ങനെ എല്ലാ ആൾക്കാരും കൂടി വന്ന് കഴിയുമ്പോഴാണ് ഇത് വരിക. ഒരു ഫുട്ബോൾ കളി പോലെയാണ്, എല്ലാവരും കൂടി ഒന്നിച്ച് കഴിയുമ്പോൾ ഗോൾ അടിക്കാൻ പറ്റും. അതാണ് സീരിയൽ. ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട്, ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ നിങ്ങൾ ആരും കാണില്ല. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്കൊക്കെയാണ് ലൊക്കേഷൻ വരുന്നതെങ്കിലും ചിലപ്പോൾ അവർ രാവിലെ 6 മണിക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ 9:30 ഷൂട്ട് കഴിയുമ്പോൾ തന്നെ വണ്ടി എടുത്ത് വിടും. അവർ 9:30 കഴിഞ്ഞ് ചിലപ്പോൾ 10 മണി 11 മണി കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് തിരിച്ച് പോവുക. അവർ പിറ്റേ ദിവസം വീണ്ടും രാവിലെ 6 മണിക്ക് അവരുടെ. അപ്പോൾ അവരൊക്കെ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. നമുക്കൊക്കെ സുഖമാണ്, ഒരു പരിധി വരെ നമുക്ക് സുഖമാണ്. ആ ഷൂട്ടിന് വിളിക്കുന്ന സമയത്ത് പോയി നിന്ന് അഭിനയിച്ചാൽ മതി. അതുപോലെ ഇപ്പം ചെറിയൊരു നോയ്സ് കാണും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് കുറേ സീനുകൾ എടുത്ത് തീർക്കാനുണ്ട്. ഞാനപ്പോൾ ലഞ്ച് ബ്രേക്കിന്റെ ഗ്യാപ്പിൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് വന്ന് എടുക്കുന്നതാണ്. സോറി കേട്ടോ. അപ്പോൾ അടുത്ത ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറേറ്റർ ഓൺ ചെയ്തു. മനസ്സിലായി. അപ്പോൾ വിവാദങ്ങളെ കുറിച്ച് എന്താ പറയുക? കാര്യം ധാരാളം വിവാദങ്ങൾ എല്ലാവരെ കുറിച്ചും വരാറുണ്ട്. സ്റ്റെബിനെ കുറിച്ച് എന്തെങ്കിലും വിവാദങ്ങൾ, ഏതെങ്കിലും പരാമർശങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്നെ കുറിച്ചൊക്കെ വിവാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്തെങ്കിലും ഞാനത് ശ്രദ്ധിക്കാറില്ല. ഏതെങ്കിലും ഞാനത് ശ്രദ്ധിക്കാറില്ല. എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് എൻ്റെ രോമത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ള മൈൻഡിലുള്ള ഞാൻ. അവരെന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവരെന്നെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളെ ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്രയും ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനൊരു തെളിവായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും നോക്കില്ല. അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവരെന്ത് പറഞ്ഞാലും, ഇപ്പോൾ ആരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവരുടെ ആരോഗ്യം കുറയുക എന്നുള്ളതല്ല, അവരുടെ എനർജി കുറയുക എന്നുള്ളതല്ലാതെ
എൻ്റെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകില്ല. അപ്പം ഞാനൊരു പോസിറ്റീവായിട്ട് എടുത്താൽ പോരെ. അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിക്കുകയും അവരെന്നെ ശ്രദ്ധിക്കുകയും ഞാൻ എവിടെയെങ്കിലും എത്തി അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴല്ല നമ്മൾ വിമർശനം. നമ്മൾ ആരും അറിയേണ്ട എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല, നമ്മൾ ആരും വിമർശിക്കാറുണ്ടാവില്ല. തീർച്ചയായിട്ടും ആ പറഞ്ഞതാണ് കറക്റ്റ് കാര്യം. മാത്രമല്ല നമ്മൾ അഭിപ്രായം പറയും, അഭിപ്രായം പറയുന്നവർക്കും വിമർശകരുണ്ടാവും, സ്വാഭാവികമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങൾ, കാര്യം എല്ലാ ആർട്ടിസ്റ്റുകളെ കുറിച്ചും ഈ ആൺ പെൺ വ്യത്യാസമില്ല വിവാദങ്ങൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ കുറേ വിവാദങ്ങൾ വന്ന് നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒമർ ലുലു വരെ വന്ന് നിൽക്കുക, അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിവാദങ്ങളെക്കുറിച്ച്, കാര്യം അതൊരു നിയമപരമായിട്ട് പോയാലും അത് റോങ് ആണ്. അല്ല, അതിനെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? എങ്കിലും അല്ല, എനിക്കറിയില്ല. ഒന്ന് ഈ ഒമർ ലുലുവിൻ്റെ വ്യക്തിയെ കുറിച്ച് എനിക്കറിയില്ല. അല്ല, വാർത്ത കണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ. അല്ല, ഇതൊന്നും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടായ കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാ? അല്ല, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തിനാ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയണേ? എനിക്ക് എന്നെ കുറിച്ച് ഇപ്പം എന്തെങ്കിലും ചോദിച്ചാലും ഞാൻ അതിന് മറുപടി പറയാം. ഇപ്പം എൻ്റെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം, ഇപ്പോൾ ഈ സീരിയലിനെ കുറിച്ച് ചോദിച്ചാൽ പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാം. ഈ ഒമർ ലുലു എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഈ പറഞ്ഞ യുവതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ആരാണെന്ന് പോലും എനിക്കറിയില്ല. അറിയില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് വെറുതെ ചർച്ച ചെയ്യാം, നമുക്ക് വിട്ടേക്കാം, അതിനും പ്രസക്തി ഇല്ല. നമ്മൾ ഒരു പരസ്പരം അറിയാത്ത ഒരാളെ കുറിച്ച്, എനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ കുറിച്ച് ഞാനിത് അഭിപ്രായം പറയാം. ഒരിക്കലും അതിനകത്ത് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണുമല്ലോ, തെറ്റൊന്നും ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിലൊന്നിനും പറയാം, ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറഞ്ഞു. എന്റെ ശരികൾ എനിക്കൊന്നും ശരിയായിരിക്കും, മറ്റുള്ളവരുടെ ശരികൾ എന്നും അവർക്ക് ശരികളായിരിക്കും. തീർച്ചയായിട്ടും അവരുടെ ശരികൾ അവർക്ക് ശരിയായിരിക്കും. ഞാൻ തെറ്റാണെന്ന് പറയാൻ നമ്മൾ നമ്മുടെ ശരികളിലൂടെ ജീവിക്കുക എന്നുള്ളതല്ലേ. അപ്പം നമുക്ക് അതിൽ നിന്ന് വിടാം. ബാക്ക് ടു നമ്മുടെ മണിമുത്തിലേക്ക് നമുക്ക് തന്നെ വരാം. മണിമുത്തിൽ നായിക തീർച്ചയായിട്ടും എനിക്ക് 2 സീരിയൽ ചെയ്തിട്ട് നല്ല ഉഗ്രം കഥാപാത്രം ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അവന്തികയല്ലേ ഇതിനകത്ത്? അവന്തിക ഒരു പോലീസ് കഥാപാത്രം ചെയ്തു, അതിനുശേഷം വേറെ നല്ല കഥാപാത്രം ചെയ്തിട്ട് ഇതിലേക്ക് സിനിമകളും ചെയ്തിട്ടുണ്ട്. ഒരു കോമ്പിനേഷൻ പറയാം അവന്തികയായിട്ടുള്ള? അവന്തിക എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കംഫർട്ടാണ്, അവളും കംഫർട്ടാണ്, ഞാനും കംഫർട്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കുഴപ്പമില്ല. പിന്നെ എല്ലാവരും തമ്മിലുണ്ടാകുന്ന വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാവും, പൊതുവെ സ്വാഭാവികം. അതൊക്കെ വർക്കിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കൂടുതലും സംസാരിക്കുന്നത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ രണ്ടുപേരും കൂടുതലും സംസാരിക്കുക. അതേ ഉള്ളൂ സംസാരിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വരുന്ന ചില തർക്കങ്ങൾ, ചിലപ്പോൾ ഞാനിട്ട് റിയാക്ഷൻ ശരിയല്ലാന്ന് അവൾ പറയുമ്പോൾ ചിലപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ പറയാം, അത് എൻ്റെ ക്യാരക്ടറാണ്, അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ തർക്കങ്ങളുണ്ടാവും. യഥാർത്ഥത്തിൽ തർക്കമാണ്, അത് ചുമ്മാ നമ്മുടെ തർക്കങ്ങളൊക്കെ, എൻ്റെ തർക്കങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. അതെനിക്കറിയാം, കാര്യം സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇട്ടപ്പോൾ എന്നോട് പലരും പേഴ്സണലി എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി ഭയങ്കര ജാടയില്ല, ഭയങ്കര ഹെഡ്വെയിറ്റ് ഇല്ല, ആ ഒരു അഭിനയം, ആ അഭിനയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കഥാപാത്രം ബ്ലേസർ ഇടുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലേ? യഥാർത്ഥത്തിൽ സ്റ്റെപ്പിൻ ജാടയുണ്ടോ? എനിക്കറിയില്ലെന്നുള്ളത് അത് ഞാനല്ലല്ലോ പറയാം. അനീഷ് പറഞ്ഞു എനിക്ക് ജാടയില്ല. ഇതിപ്പോ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കല്ലേ പറയാൻ പറ്റൂ അവന്റെ സ്വഭാവം എന്താണെന്ന്. ഞാനെങ്ങനെ വിലയിരുത്തും? ഇപ്പൊ അനീഷിനെ എനിക്ക് വിലയിരുത്താൻ പറ്റുമോ? അല്ല, അനീഷിനെ എനിക്കല്ലേ വിലയിരുത്താൻ പറ്റും. അനീഷിന്റെ സ്വഭാവം അനീഷിനെ വിലയിരുത്താൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിയായിരിക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്താലും അത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നു, നേരത്തെ പറഞ്ഞ പോലെ. മറ്റുള്ളവരല്ലേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പോൾ ഇത് ജാടയാണെന്ന് പറയുന്നതിന് കാരണം, ഒന്ന്, ഞാനങ്ങനെ അധികം ആരോടും ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കര നാണക്കാരനാണ്. അങ്ങോട്ട് ആരോടും ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരാളല്ല. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും ഫോൺ വിളിച്ച് പരിചയം പുതുക്കുന്ന ഒരാളല്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അവന് ഭയങ്കര ആടെയാണ് ആറ്റിട്ടുള്ളതാണ് എന്തോ. ഇപ്പോൾ ആരുടെങ്കിലും നമ്പർ എൻ്റെ കയ്യിൽ വാങ്ങി, ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് നമ്പർ വാങ്ങിയാലും ഞാൻ ചിലപ്പോൾ വിളിക്കലും ഉണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ സ്റ്റാറ്റസ് കണ്ടാൽ റിപ്ലൈ കൊടുക്കലുണ്ടാവില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ഞാനിപ്പോൾ വിളിക്കുന്ന സമയത്ത് അവർ തിരക്കിലാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? കാരണം നമ്മൾ വെറുതെ വിളിക്കുന്നതായിരിക്കും, ഒരു ആവശ്യം ഉണ്ടായിട്ട് വിളിക്കുന്നതല്ലേ. പരിചയം പുതുക്കാൻ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഇതാണ്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും തിരക്കിലിരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ആവില്ലെന്ന് എനിക്ക് തോന്നും. അതുപോലെ മെസ്സേജ് അയക്കുന്ന സമയത്താണെങ്കിലും അവർ ചിലപ്പോൾ ഒരു അനവസരത്തിലാണോ അവർക്ക് മെസ്സേജ് അയക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ ഈ ബർത്ത്ഡേ വിഷസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പരിചയം പുതുക്കാറുണ്ട്. അതല്ലാതെ എനിക്ക് അങ്ങോട്ട് ആരോടും ഇടിച്ചു കയറി സംസാരിക്കാൻ അങ്ങനെയുള്ള കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾക്ക് തോന്നുന്നതായിരിക്കും. പക്ഷേ അടുത്ത ഇടവഴിക്ക് ഞാൻ കമ്പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് ആൾക്കാരോട്, വളരെ സെലക്റ്റീവായ ആൾക്കാരോട് ഇങ്ങനെ അധികമായിട്ട് കമ്പനി ആവുന്നതാണ്. അപ്പോൾ അവരാരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നല്ലോ. അപ്പോൾ അനീഷിനെ അറിയാലോ എങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാം. അപ്പോൾ അനീഷിനെ എൻ്റെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാർ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ജാടയുണ്ടെന്ന് പറയുന്നവർ പറയട്ടെ. ഈ കൂടത്തുള്ളതെന്ന് പറയുന്നല്ല പറയട്ടെ. ഈ നമ്മൾ ലാസ്റ്റ് കാണുന്നത് ഹരിച്ചേട്ടൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ആണ്. അത് പക്ഷേ ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ നിങ്ങൾ കുറേ ഫ്രണ്ട് സർക്കുലേഷൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ അനന്യയുടെ ബ്രദർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ചേച്ചിയുടെ പേര് ഹസ്ബൻഡ് നമ്മുടെ ദേവൻ ചേട്ടൻ ഉണ്ടായിരുന്നു.
പിന്നെ ജോബി ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ആങ്കർ മറ്റേ അദ്ദേഹം ഉണ്ടായിരുന്നു, നമ്മുടെ മഴവിള്ള വിജയ് ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു കോംബോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നി. ഞങ്ങളുടെ ഒരു ഫാമിലി പോലെയാണത്. അപ്പോൾ നമ്മൾ ഷോ ചെയ്തിരുന്നു സീ കേരളത്തിൽ, ഞാനും എൻ്റെ ആളൊരു ഷോ ചെയ്തത്. അപ്പോൾ ഷോയിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആണ്. ഞങ്ങൾ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഒത്തുചേരാറുണ്ട്. മിക്കവാറും മാസത്തിലൊരു ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ചേരും. ആരുടെയെങ്കിലും വീട്ടിൽ പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലായിടത്തും ഒന്നിച്ച് ചേരാറുണ്ട്. സ്ഥിരമായിട്ട് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നൊരു കമ്പനിയാണ്. എല്ലാവരും ഒരേ വൈബിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ കമ്പനിയാണല്ലോ. ഈ അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ അനന്യയുടെ ബ്രദർ ഭയങ്കരമായിട്ട് എന്നെ അറിയത്തൂടിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞു വന്നു. ഭയങ്കര എല്ലാവരോടും ഇടിച്ചു കയറി സംസാരിക്കും. അതെ അതെ, ഫ്രണ്ട്ലി ഒരു അപ്രോച്ച്. പക്ഷേ അവിടെ ഞാൻ ശ്രദ്ധിച്ചത് ഹരിച്ചേട്ടൻ താങ്കളുടെ വൈഫ് എവിടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഹരിച്ചേട്ടൻ എന്നോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ചിലപ്പോൾ 3 ദിവസമൊക്കെ വിളിക്കാണ്ടിരുന്ന ഞാൻ മെസ്സേജ് അയക്കാതെ ചിലപ്പോൾ വിളിച്ചു, എന്താ നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ് ഹരിച്ചേട്ടൻ. എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്, പുള്ളിക്ക് ഞാനൊരു അനിയനെ പോലെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനൊരു വൈബുണ്ട് ഞങ്ങൾ തമ്മിൽ. പുള്ളി എന്നോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, ഭയങ്കര ആത്മാർത്ഥമുള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം ഈ ഒരു ചെറിയ സമയത്ത് നമ്മോടൊപ്പം. കാര്യം ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യം അവരുടെ സമയമുള്ളൂ. ഇവിടെ അസിസ്റ്റന്റ് ഒരാളോട് വന്ന് വെയിറ്റ് ഷോട്ട് വെച്ചിരിക്കുന്നത്. നല്ല തിരക്കുള്ള ദിവസമാണ്, ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരു ദിവസം നമുക്ക് നേര് വിളിച്ചാൽ വീണ്ടും ഞാൻ വരാം. നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും നന്ദി, ഒരുപാട് സന്തോഷം. നമ്മുടെ സീരിയലിലൊക്കെ തുടർച്ചയായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇനി കണ്ടു തുടങ്ങുക. മഴവിൽ മനോരമയിൽ രാത്രി 8 മണിക്കും ഫ്ലവേഴ്സിൽ രാത്രി 8:30ക്കും ഞാനുണ്ടാവും മിക്കവാറും ദിവസങ്ങളിൽ. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നാൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ഇനിയും തുടർന്നും ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ കലാകാരന്മാരെ കൂടി സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നല്ലത് വരട്ടെ. ഇനിയും കുറേ വിശേഷങ്ങൾ അറിയാനുണ്ട്. അത് അടുത്തൊരു തിരക്കായതുകൊണ്ട് വേറെ ദിവസത്തേക്ക് മാറ്റി നമുക്കിരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.